ഈ പണ്ട് കാലം മുതൽ അതായത് ഒരു 90 കാലഘട്ടം മുതൽ, എൻ്റെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്, 90 കാലഘട്ടം മുതൽ നമ്മൾ ആൽബം സോങ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആൽബം സോങ് എന്ന് ഇഷ്ടം പോലെ ആൽബം സോങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിസ്റ്റ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് പ്ലസിനകത്തെ പരിപാടി വൈകുന്നേരം 5 മണിക്ക് കാണാനായിട്ട് 4:30 ക്ലാസ് തീരുമ്പോഴത്തേക്കിന് ആദ്യം കിട്ടുന്ന ബസ്സിൽ ഓടിക്കയറി വീട്ടിലിറങ്ങിപ്പോയി ഒരു കാലഘട്ടം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആൽബം സോങ്ങിനെ പ്രണയിച്ചുകൊണ്ടിരുന്ന 90 കാലഘട്ടത്തിലുള്ളവർക്കറിയാം. അന്നത്തെ ആൽബം സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തുകൊണ്ട് ഈ ഇങ്ങനത്തെ സീൻസും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഇന്ന് കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ട്. ആൽബം സോങ് എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കാട്ടിക്കൂട്ടുന്ന കുറേ കോപ്രായങ്ങൾ. നിങ്ങൾ പഴയ ആൽബംസൊക്കെ ഒന്ന് എടുത്ത് നോക്ക്, കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറ, നിങ്ങൾ ചെയ്തു വെക്കുന്നതൊക്കെ ഇന്നൊക്കെ കാണിച്ചു വെക്കുന്നതൊക്കെ ആൽബം സോങ് ആണോ എന്ന്. പണ്ടത്തെ ആൽബം സോങ് ഒക്കെ എടുത്ത് അതിനകത്തൊരു കഥയുണ്ട്, അതിനകത്തൊരു കണ്ടൻ്റ് ഉണ്ട്. ഇന്നത്തെ ആൽബം സോങ് ഒക്കെ എന്താണ്? ആൽബം സോങ് നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ദൈവത്തെ ഓർത്ത് കൊല്ലരുത് ആൽബം സോങ്സിനെ. പണ്ട് എന്താ യേശുദാസ് സാറും ചിത്രാമാമും ഒക്കെ പാടി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ലിറിക്സും ഒക്കെ ആയിട്ട് എന്തോരം ആൽബം സോങ്സ് ഇറങ്ങിയിട്ടുള്ളതെന്നറിയാമോ? നശിപ്പിച്ച് കളയരുത് അതിനെ. ഇന്നത്തെ ഇത്രയും വൾഗാരിറ്റി ഒന്നും എന്താ പറയുന്നത് ഇന്ന് കാണിച്ച് കൂട്ടി അത് മുഴുവൻ നശിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനും എല്ലാം വേണം. ഒരു ആൽബം സോങ്ങാണ്, അതിനകത്ത് ആവശ്യത്തിനെല്ലാം വേണം. പക്ഷേ അനാവശ്യമായിട്ട് ഓരോന്നും കുത്തിക്കയറ്റി നശിപ്പിച്ച് കളയരുതേ ആൽബം സോങ്സിനെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത്രയ്ക്കുണ്ട് ആൽബം സോങ് എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.